ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. രാത്രിയൊക്കെ നമ്മൾ അരി കുതിർക്കാൻ മറന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അരിയും അരിപ്പൊടിയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടി ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്പം എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. 250 ml അളവ് കപ്പിൽ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്ത റവയാണ്. വറുത്തതായാലും വറക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും ഈ ഒരു അപ്പം ഉണ്ടാക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് നേരിട്ട് ചേർത്തത്. മണി പോലത്തുള്ള ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി സമയം ചുടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് കുതിർക്കണം കേട്ടോ. ഒരിത്തിരി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 250 ml അളവ് കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1.25 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നമുക്കിത് അങ്ങനെ വെക്കണം കേട്ടോ. ഒന്ന് മൂടി വയ്ക്കാം. കാരണം ഇത് ഈ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ അപ്പം തന്നെ നമ്മൾ അടിച്ചെടുക്കാതെ ഒരു 4 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റോ വെക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചെരുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചെരുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചെറു ചൂടുള്ള വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ സമയം വരെ നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ. അത് പൊന്താനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ ആകുമ്പോഴേക്കും തന്നെ നല്ലപോലെ പൊന്തിയിട്ടുണ്ടാവും കേട്ടോ. ഞാനത് 1 മണിക്കൂർ സമയം വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ട് ശരിക്കും നമ്മൾ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന തലേദിവസം അരച്ച് വെച്ചിട്ട് പൊന്തുന്ന പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒത്തിരി കനം കൂടി പോകും നമ്മൾ തീരെ പരത്തില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മളിത് മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഇത്തിരി കൂട്ടി വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ പെട്ടെന്ന് തന്നെ ആ ഹോൾസുകളൊക്കെ വരുള്ളൂ. നല്ലപോലെ ഹോൾസ് വന്നാലാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അപ്പം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം കൂട്ടി കൊടുക്കുക. അതിന് ശേഷം ഈ ഹോൾസൊക്കെ പതിയെ ഇങ്ങനെ വന്നു തുടങ്ങുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഹോൾസൊക്കെ കുറച്ച് വന്നതിന് ശേഷം വേണം നമ്മളിതൊന്ന് മൂടി വയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം റെഡിയായി കിട്ടും കേട്ടോ. അപ്പം ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നമ്മൾ റവ വെച്ച് ഉണ്ടാക്കിയതാണെന്നൊന്നും പറയില്ല, അത്ര ടേസ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. നല്ല സോഫ്റ്റാണ്. നല്ലപോലെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള അപ്പങ്ങൾ മുഴുവനും ഇതുപോലെ തന്നെ ഓരോ കയ്യിൽ മാവ് കോരി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് ഹോൾസൊക്കെ വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ അപ്പങ്ങളൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കണം തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം. ചിക്കൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ മുട്ടക്കറി, അതുപോലെ വെജിറ്റബിൾ കറി, ഏത് കറിയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്